സൈഡ് ആക്സിൽ വരുവോ? ഓ, നമുക്ക് ഓരോ നാരങ്ങ വെള്ളം കാച്ചിയാലോ? ചുമ്മാ സമയം കളയാതെ. സമയം കളയാനാ? എടാ, പോയ സമയം തിരിച്ചു കിട്ടില്ല എന്ന് പറയും. പക്ഷെ USA പോയാ നമ്മൾ 1-ാം തീയതി പുറപ്പെട്ട് 18 മണിക്കൂർ യാത്ര ചെയ്ത് അവിടെ ചെന്ന് ഇറങ്ങുമ്പോഴും 1-ാം തീയതി. ഇപ്പോഴേ തുടങ്ങണോ? എന്താണേലും ഫ്ലൈറ്റ് സാധനം കിട്ടും. ദാറ്റ്സ് പൂരം വെടിക്കെട്ട്. ദിസ് ഇസ് സാമ്പിൾ വെടിക്കെട്ട്. നമ്മൾ അടിച്ചോണ്ട് USA പോകും. ഏത് വാ. അണ്ണാ അവരോടിച്ചോളെ അണ്ണാ. പിന്നെ എന്താ നോക്കിയിരിക്കണ? ഞാനിതുവരെ നിങ്ങളോട് പറയാത്ത ഒരു ഭീകര സീക്രട്ട് ഉണ്ട്. അതെന്ത് സീക്രട്ട്? സസ്പെൻസ് ആക്കി വെക്കല്ലേ, പറ. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു. ജെസ്സി. ആര്? ജെസ്സി. സ്നേഹം അവൾക്കൊരു വീക്ക്നെസ് ആയിരുന്നു. അവൾ എന്നെ വല്ലാതെ സ്നേഹിച്ചു. അതുപോലെ തന്നെ അവള് അടുത്ത വീട്ടിലെ ഒരു സിനിമാക്കാരനെ സ്നേഹിച്ചു. എന്നിട്ട് അവൾ അതിന്റെ അടുത്ത വീട്ടിലെ ഒരു ചെറുപ്പക്കാരനായിട്ട് ഓടിപ്പോയി. പക്ഷെ ഓടിപ്പോകുന്നതിന് മുമ്പ് അവൾ എന്നെ കൊണ്ടൊരു പ്രോമിസ് ചെയ്യിച്ചു. എന്ത് പ്രോമിസ്? ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന്. ആണോ? പ്രോമിസ് അവൾക്ക് വെറും പരുത്തി പെണ്ണാക്കായിരിക്കാം. പക്ഷെ എനിക്ക് ഞാൻ ഈ പ്രോമിസ് ടൂത്ത് പേസ്റ്റിന്റെ കവർ പോലും സൂക്ഷിച്ചു വെക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് എന്ത് സംഭവിച്ചു? എനിക്കിനി ഒരു ഇന്ത്യക്കാരിയെ പ്രണയിക്കാനോ കല്യാണം കഴിക്കാനോ പറ്റില്ല. കേട്ടോടാ, വിടന്ന. അല്ലേലും അണ്ണന്റെ റേഞ്ചിൽ എന്ത് ഇന്ത്യക്കാര് അല്ലേ? പിന്നല്ലാതെ. അണ്ണാ, നല്ല സ്വർണ്ണ മുടിയുള്ള കാപ്പിപ്പൊടി കളർ കണ്ണുള്ള തുടുതുടുത്ത ചുണ്ടുള്ള നല്ലൊരു അമേരിക്കക്കാരിയെ വലത്തുകാലം വെച്ച് കയ്യിൽ നിലവിളക്കുമായി അണ്ണന്റെ വീട്ടിൽ കയറ്റുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. പിന്നെ അണ്ണനും വേണ്ടടാ ഒരു ലൈംഗിക ബന്ധം, ദാമ്പത്യ ബന്ധം. കുട്ടിയും കുടുംബവും പ്രാരാബ്ദങ്ങളും ഒക്കെ. അണ്ണാ, 1 വർഷത്തിനുള്ളിൽ അണ്ണന്റെ വീടിന്റെ മുമ്പിൽ 3-4 പിള്ളേര് ചറപറ ഓടി കളിച്ചു നടക്കും. ഈ എയർ ഹോസ്റ്റസ്മാരൊക്കെ നല്ല കിടിലെ സുന്ദരിമാരായിരിക്കല്ലേ? ഇപ്പൊ അവിടെ കണ്ടാ മിടിയിട്ടവരല്ലേ. അണ്ണ പേടിയായിട്ടാണ്. പേടിയാണെങ്കിൽ വരരുത്. നമസ്കാർ. പ്ലീസ് കം. നമസ്തേ, ഞാൻ ജബ്ബാർ പറ്റുകുഴി. അതിപ്പോ എന്താടാ ഫ്ലൈറ്റ് മാറിപ്പോയ ആഫ്രിക്കക്കാരി എയർ ഹോസ്റ്റസ്. എന്റെ ടിക്കറ്റ് അല്ല, ഇവിടെ ഇരിക്കാൻ പറ്റൂല. അവിടെ ഇരിക്കേ. എന്താണ് ഇത്? അണ്ണ ഇത് കണ്ടാണ കളിയാക്കണം. നീ ഒരുമാതിരി ആളെ കളിയാക്കി ചിരിക്കരുത്. എന്താണ് അണ്ണാ, ഞാൻ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി പോട്ടാ. ഒച്ചുണ്ടാക്കില്ലേ? ക്രിക്കറ്റ് കളിക്കാരെ വരെ ഇറക്കി വിട്ട ടീമായത്. എന്തുട്ടാണ് ഈ അമ്മായി കിടന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്? അത് ഫ്ലൈറ്റ് നിലത്ത് വേണം എന്ത് ചെയ്യണം പറഞ്ഞുതരാം. എന്താ വെറുതെ മനുഷ്യനെ പേടിപ്പിക്കല്ലേട്ടാ. അല്ലേ തന്നെ പേടിച്ചിട്ട് എവിടെ ഇരിക്കണേ. ഓപ്പറേഷൻ തിയേറ്ററിൽ പോണവന് മോർച്ചറിയുടെ വിസിറ്റിംഗ് കാർഡ് കൊടുക്കണ പോലെ. അണ്ണാ, അതേ കള്ളു വന്ന്. ചേച്ചി, എനിക്ക് 1.5 ബ്രാൻഡി സോഡ. ചേച്ചി ചേച്ചി എനിക്കൊരു 1.5 ബ്രാൻഡി. 1.5. അണ്ണാ, ഫസ്റ്റ് ക്ലാസ്സിൽ ഇഷ്ടം പോലെ കിട്ടൂല്ലോ അല്ലേ? ഇത് വെറുതെ ബാറ്റടിക്കുന്ന പോലെ അടിക്കാതെടാ. ഇതൊരു സ്കോച്ച് വിസ്കിയാണ്. ഇത്തിരി ബഹുമാനം കൊടുക്കുക ഇവിടെ. അല്ല, ഇനിയും കിട്ടൂല്ലോ അല്ലേ? ചേച്ചി
ചേച്ചി ഒരെണ്ണം കൂടി എന്നാ ഗ്ലാസ് വേണ്ടേ? ഓ, ആക്രമണം കാണിക്കില്ലേ? ആ എയർ ഹോസ്റ്റസ് എന്ത് വിചാരിച്ചു കാണുന്നു? എയർ ഹോസ്റ്റസ് ഇവരാ 20 വർഷം മുമ്പ് എയർ ഹോസ്റ്റസ്, ഇപ്പൊ എയർ അമ്മച്ചീസ്. എടാ ഇതിനെയൊക്കെ കണ്ട് വെള്ളം ഒരുക്കിയിരിക്കുന്നതിലും ഭേദം 4 അടിച്ച് ഫിറ്റായി കിടന്നങ്ങ് ഉറങ്ങാം. അല്ല ഉണ്ടാതിരേടാ. ഒച്ച വെക്കല്ലിക്ക. അണ്ണാ അടങ്ങിയിരുന്ന അണ്ണാ, ഒരുപാട് കള്ളു തരും. ഹേ, ഹേ, ആ. ഹേ.